സന്തോഷകരമായ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ പണത്തെ നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്തേ മതിയാകൂ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കണം. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പണത്തെക്കുറിച്ചും പണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണ വേണം. അങ്ങനെ ധാരണ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ആ സ്വത്തുക്കൾ, ബാധ്യതകൾ, നമ്മുടെ വരുമാനം, നമുക്കുണ്ടാകുന്ന ചെലവുകൾ, ഇതാണ് നമ്മുടെ നിലവിലത്തെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളെ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുമ്പോൾ ബാക്കിയുള്ള ജീവിത ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ക്രമത്തിൽ അടയാളപ്പെടുത്തണം. അതായത് എനിക്കൊരു 5 വർഷം കഴിയുമ്പോൾ ഒരു വീട് പണിയണം, എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അതിനുശേഷം എനിക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫിൽ വേണം, എനിക്ക് ഇപ്പോഴത്തെ ജീവിത ചെലവ് മാസം ഒരു 50,000 രൂപ വരുന്നുണ്ട്. അപ്പം അന്നത്തെ ജീവിത ചെലവ് ഇന്നത്തെ പൈസ അല്ലല്ലോ. അപ്പം ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പെൻഷൻ ഫണ്ട് എനിക്ക് വേണം തുടങ്ങി ഇങ്ങനെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും കൃത്യമായി ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കി അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ് അടിക്കേണ്ടതോ അത് മാനേജ് ചെയ്യേണ്ടതോ ആയ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരുന്നില്ല. ജീവിതം ഒരു സുഖകരമായ യാത്രയായിട്ട് വളരെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിയർ ലൈഫായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ എവിടെയാണ് പ്രശ്നം? നമ്മുടെ നിലവിലത്തെ ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് നമുക്ക് ലയബിലിറ്റി സൈഡ് കൂടുതലുണ്ട്, നമുക്ക് ഇനഫ് ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഒരു സ്റ്റേജിലാണെങ്കിൽ അതിന് നമ്മൾ റെമഡി ചെയ്യണം അല്ലേ? നമുക്കൊരു പ്രശ്നമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് പരിഹാരം ചെയ്യണം. അപ്പോൾ അതിന് ശരിയായ രീതിയിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ശക്തി, കോർ ഏരിയാസ്, സ്ട്രെങ്ത് ഏരിയാസ്, ഇതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ രൂപപ്പെടുത്തിയെടുക്കുക. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത് വരുമാനം കുറവാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ, അതായത് നമുക്ക് ജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ ആവശ്യമായ പണം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി കൊണ്ടോ തൊഴിൽ കൊണ്ടോ ബിസിനസ് കൊണ്ടോ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ കൂടുതൽ എങ്ങനെ സ്ട്രെങ്തൺ ചെയ്യാം, ഇനി അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഒരു പുതിയ ഫീൽഡ്, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പുതിയ ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം, അത് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഇനി ലയബിലിറ്റി സൈഡ്, നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അത് മാനേജ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉയർന്ന പലിശ നിരക്കുള്ള കടങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം നമുക്ക് ഈ കടങ്ങളെ എങ്ങനെ മോചിപ്പിക്കാം, കടത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം, കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ എങ്ങനെ നമുക്ക് എടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ ശരിയായ രീതിയിൽ നമ്മുടെ മണി മാറ്റേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമായി ഒരു ഫിനാൻഷ്യലി സെക്യൂറായ, ഫിനാൻഷ്യലി ഹെൽത്തി ആയ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. തീർച്ചയായും അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അങ്ങനെ കംഫർട്ടബിളായ, എല്ലാവർക്കും സുഖകരമായ, സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.